ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്ററായ പ്രകാശ വിസ്മയങ്ങൾ. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ. കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം അഥവാ റെഗുലർ റിഫ്ലക്ഷൻ. പ്രകാശത്തെ ക്രമമായി പ്രതിപദിക്കുന്ന പ്രതലങ്ങൾ ദർപ്പണങ്ങൾ അഥവാ മിറേഴ്സ് എന്ന് പറയും. മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപദിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം അഥവാ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. വസ്തുവിൽ തട്ടുന്ന പ്രകാശം പ്രതിപദിച്ച് കണ്ണിൽ പതിക്കുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. ഉപരിതലം സമതലമായ ദർപ്പണമാണ് സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ. പ്രകാശ പ്രതിപതനം. ഒരു ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയാണ് പതനകിരണം അഥവാ ഇൻസിഡൻറ്റ് റേ. ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന പ്രകാശരശ്മിയാണ് പ്രതിപതനകിരണം അഥവാ റിഫ്ലക്റ്റഡ് റേ. ദർപ്പണത്തിൻ്റെ പ്രതലത്തിന് ലംബമായി പതന ബിന്ദുവിൽ നിന്ന് വരച്ചിരിക്കുന്ന രേഖയാണ് ലംബം അഥവാ നോർമൽ. ഇത് ആ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ അഥവാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോൺ പ്രതിപതന കോൺ അഥവാ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഒരു മിനുസമുള്ള പ്രതലത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയുടെ പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് പാർശ്വിക വിപര്യം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ. ആ എഫിൻ്റെ ഫിഗർ തന്നിരിക്കുന്നത് അതാണ്. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിനുള്ള സവിശേഷതയാണ് പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിക്കുന്നു. വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. ഇനി തന്നിരിക്കുന്നത് ആറന്മുള കണ്ണാടിയാണ്. പ്രത്യേക തരം ലോഹക്കൂട്ടുകൊണ്ട് നിർമ്മിച്ച ദർപ്പണമാണ് ആറന്മുള കണ്ണാടി. സാധാരണ ദർപ്പണത്തിലുള്ളതിനേക്കാൾ വ്യക്തമായ പ്രതിബിംബം ഈ ദർപ്പണത്തിൽ ലഭിക്കുന്നുണ്ട്. പ്രതിപദിക്കുന്ന പ്രതലം നിരപ്പായ ദർപ്പണമാണ് സമതല ദർപ്പണം എന്ന് പറഞ്ഞത്. പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞ ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം അഥവാ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. ഇനി പ്രതിപദിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞ ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം അഥവാ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ അഥവാ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബമാണ് യഥാർത്ഥ പ്രതിബിംബം, അതായത് റിയൽ ഇമേജ്. ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബമാണ് മിഥ്യാപ്രതിബിംബം അഥവാ വിർച്വൽ ഇമേജ്. കോൺകേവ് ദർപ്പണം ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. ആർക്കിമിഡീസ്. പുരാതന ഗ്രീസിലെ മഹാനായ ശാസ്ത്രജ്ഞനാണ് ആർക്കിമിഡീസ്. ആർക്കിമിഡീസിൻ്റെ ജീവിതകാലം BC 287 മുതൽ 212 വരെയാണ്. ഗണിതശാസ്ത്രം, ഊർജതന്ത്രം, ജ്യോതിശാസ്ത്രം എന്നിവയിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തി. BC 214-212 കാലത്ത് റോമൻ സൈന്യം തൻ്റെ പട്ടണമായ സിറാക്കൂസിനെ ആക്രമിച്ചപ്പോൾ ആർക്കിമിഡീസ് കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് സൂര്യരശ്മി കേന്ദ്രീകരിച്ച് ശത്രുക്കളുടെ കപ്പലുകൾ നശിപ്പിച്ചു. ഇനി വിവിധ ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങളും പ്രത്യേകതകളും നോക്കാം. ദർപ്പണം ഉപയോഗം പ്രത്യേകത ആ ഓർഡറിലാണ് പറയുന്നത്. കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണമായിട്ടാണ്. റിയർ വ്യൂ മിറർ. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു, കൂടുതൽ വിസ്തൃതി ലഭ്യമാകുന്നു. കോൺകേവ് ദർപ്പണമോ ഷേവിംഗ് മിറർ, ടോർച്ച് ലൈറ്റ് റിഫ്ലക്ടർ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ പ്രകാശത്തെ സമാന്തരമായി പ്രതിപദിക്കാനുള്ള കഴിവാണ് ടോർച്ചിൽ റിഫ്ലക്ടറിനുള്ളത്. ഇനി സമതല ദർപ്പണം, മുഖം നോക്കാൻ അല്ലേ, അത് വസ്തുവിന് സമാനമായ പ്രതിബിംബമാണ്. ഇനി കാൽഡോസ്കോപ്പിൽ നിർമ്മിക്കുന്നതോ ആവർത്തന പ്രതിബിംബത്തിന് വേണ്ടി.
ദർപ്പണങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന കൗതുകകരമായ ഉപകരണങ്ങളാണ് കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസം അറിയപ്പെടുന്നതാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. ഗ്ലാസ്സിലെ ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു പെൻസിൽ മുറിഞ്ഞതുപോലെ കാണാൻ കാരണം അപവർത്തനമാണ്. മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. മധ്യത്തിൽ കനം കുറഞ്ഞ് വക്കുകൾ കനം കൂടിയ ലെൻസ് കോൺകേവ് ലെൻസ്. കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു. കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു. ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായി കാണാൻ കഴിയുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസാണ്. സൂര്യൻ്റെ പ്രകാശം ധവളപ്രകാശമാണ്. ധവളപ്രകാശത്തിൽ അടങ്ങിയിട്ടുള്ള 7 വർണ്ണങ്ങളാണ് വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, വിബ്ജിയോ. പ്രകാശം പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ അത് ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം അഥവാ ഡിസ്പെർഷൻ. ധവളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം ഉണ്ടാകുന്നത്. പ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്ന നിറം വെള്ള.